പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും റെബിൻ ടാരട്ട ലൈഫ് ഗൈഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങൾ ജീവന തുല്യം ഒരാളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണോ? ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും കൂടുതൽ വാല്യൂ അവർക്ക് കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ട് അവരിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലോ ആണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള വികാരം, അവരുടെ ഇപ്പോഴത്തെ ജീവിതം, നിങ്ങൾ അവർക്ക് വേണ്ടി ഇനി കാത്തിരിക്കണോ അതോ നിങ്ങളുടെ കാത്തിരിപ്പ് വ്യർത്ഥമാകുമോ എന്നുള്ള 3 തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കാർഡുകളോട് ചോദിക്കുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും 3 അല്ലെങ്കിൽ 4 കാർഡുകൾ വെച്ച് നമ്മൾ എടുക്കും. അപ്പോൾ ഈ വീഡിയോയിലെ എനർജിയുമായിട്ട് കണക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. 555 എന്ന ഏഞ്ചൽ നമ്പർ മാനിഫെസ്റ്റേഷനായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത്. അതേ രീതിയിൽ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുന്ന കാര്യത്തിലും നിങ്ങൾ ഒരു മടിയും വിചാരിക്കരുത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതിനാൽ തന്നെ എല്ലാവരുമായിട്ട് ഫുള്ളി റെസിനേറ്റ് ആവണമെന്നില്ല. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയും ശ്രമിക്കരുത്. ടൈംലെസ് വീഡിയോ എന്നാൽ തന്നെ നിങ്ങളുടെ കൺമുന്നിൽ എപ്പോഴാണോ ഈ വീഡിയോ വരുന്നത് ആ നിമിഷം മുതൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, പേഴ്സണൽ റീഡിംഗ് വേണം എന്ന് തോന്നുന്നവർക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കാവുന്നതാണ്. മാക്സിമം നിങ്ങളുടെ വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഒരു 3 ദീർഘനിശ്വാസം എടുത്ത് മൈൻഡും ശരീരമൊക്കെ ഒന്ന് കൂളായിട്ട് തന്നെ ഇരുന്ന് വീഡിയോ കാണാം. വീഡിയോയിൽ എന്ത് ഔട്ട്കം വന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണണം. പകുതി വെച്ച് കിറ്റ് ചെയ്യരുത്. നെഗറ്റീവ് കാർഡ്സ് ആണെങ്കിലും പോസിറ്റീവ് കാർഡ്സ് ആണെങ്കിലും ക്ലൈമാക്സിലായിരിക്കും അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം ഞാൻ പറയുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഞാനപ്പോൾ കാർഡുകൾ എടുത്തിട്ട് വേഗം തിരിച്ചു വരാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കാർഡുകൾ കിട്ടിയിരിക്കുകയാണ്. അവർക്ക് നിങ്ങളോടുള്ള വികാരം, അതായത് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളെക്കുറിച്ച് എന്താണ് അവരുടെ മനസ്സിലുള്ളത്, ആ വക കാര്യങ്ങളാണ് ആദ്യത്തെ 4 കാർഡിലുള്ളത്. രണ്ടാമത്തെ 4 കാർഡ് അവരിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം, നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങളറിയാതെ അവർ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും. ലാസ്റ്റത്തെ കാർഡ് അവർക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണോ എന്നുള്ളതുമാണ്. ഇതിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. തുടക്കത്തിലെ തന്നെ പറഞ്ഞേക്കാം, ഒരു ടെൻഷനിലോ വിഷമത്തിലൊന്നും വേണ്ട. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളുമായിട്ട് പണ്ടുണ്ടായിരുന്ന സമയത്തുള്ള ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അവരുടെ മനസ്സിൽ ഒരു ചിന്തയൊക്കെ ഉണ്ട്. ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണമോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കണോ, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ബന്ധത്തെക്കുറിച്ചുള്ളൊരു ആത്മപരിശോധന നടത്തുന്ന ഹെർമറ്റിൻ്റെ ഊർജ്ജം കൂടി അവരിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ മറ്റെന്തൊക്കെയോ പാഷൻ വന്നു ചേർന്നിട്ടുണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പാഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ഒരു 3 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ 3 ഓഫ് പെൻഡക്കിൾസ് വന്നാൽ ആ സമയം വേണമെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അയാൾക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ സ്വന്തം ജീവിതം മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ പരിപാടികൾ അയാൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങളോടുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ഒരു 3 ഓഫ് പെൻഡക്കിൾസിൻ്റെ സ്വാധീനം കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻഡ്യൂഷനിൽ ഫീൽ ചെയ്യുന്നത് മറ്റെന്തൊക്കെയോ അയാളെ അമിതമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റെന്തൊക്കെയോ കാര്യമായിട്ട് അയാളെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളെ സ്വാധീനിക്കുന്നതോടൊപ്പം തന്നെ നല്ല രീതിക്കുള്ള ശക്തമായിട്ടുള്ള എതിർപ്പുകളാണ്. ആ സ്വാധീനം എന്ന് പറയുന്നത് ഒരുപക്ഷെ വ്യക്തികളായിരിക്കാം. ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രീതിക്ക് എന്തെങ്കിലും അയാളുടെ ലക്ഷ്യങ്ങളുമായിരിക്കാം. ആ ഒരു വിലങ്ങുതടി വളരെ ശക്തമായിട്ട് തന്നെ അവരിൽ നിലനിൽക്കുന്നുണ്ട്. അതൊരു കാരണം കൊണ്ട് മാത്രമല്ല, എന്തൊക്കെയോ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ട്. മേ ബി നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പരസ്പരം സ്വഭാവങ്ങൾ തമ്മിൽ ചേരാതെ ഇരുന്നിട്ടുള്ളതിൻ്റെ ഒരു ഭയമൊക്കെ ആയിരിക്കാം. ഒരു പക്ഷേ ഇനിയും അവർ നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിലേക്ക് വന്നാൽ അവരുദ്ദേശിക്കുന്ന രീതിക്ക് ജീവിതം മികവുറ്റതാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയൊക്കെ ഒരു പക്ഷേ ശക്തമായിട്ട് അവരുടെ മനസ്സിൽ ഉണ്ടാവാം. അതുമായിരിക്കാം. അപ്പുറത്തെ ഏതോ വീട്ടിലെ ചേച്ചി അലക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അപശകനമായിട്ടൊന്നും കാണണ്ട. എന്ത് ശകനം വന്നാലും ഇനിയിപ്പോൾ അതും കൂടി പറഞ്ഞേക്കാം, ഇവിടെയാണെങ്കിൽ ഫുള്ള് കറണ്ട് പോവാണ്. ഇനി കറണ്ട് പോയാലും ഞാൻ ഉള്ള വെളിച്ചത്തിൽ റീഡിങ് ചെയ്യണം. ഉള്ള വെളിച്ചത്തിൽ ഞാൻ റീഡിങ് ചെയ്യും. നിങ്ങൾ മുഴുവനായി തന്നെ കേൾക്കണമെന്നുള്ളത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ വല്ലാതെ ഒരു മാസങ്ങളോ ആഴ്ചകളോ അല്ലെങ്കിൽ വർഷങ്ങളോ ആയിട്ട് ഈ ഒരു ബന്ധത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴും നിങ്ങൾക്കൊരു വ്യക്തത വരും. ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത്. ഇനി
നിങ്ങളോടുള്ള മനോഭാവത്തെക്കുറിച്ച് പറഞ്ഞു. അവർ ചിന്തിക്കുന്നുണ്ട്, അതേസമയം തന്നെ ഇത് വേണമെന്നുള്ളത് ഗാഢമായിട്ട് ചിന്തിക്കുകയാണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വേണമെങ്കിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല മറ്റെന്തൊക്കെയോ എതിർപ്പുകൾ കൂടിയുണ്ട്. ഇനിയിപ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത്, അതായത് നേരായിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റെന്തൊക്കെയോ വളഞ്ഞ വഴികൾ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ എന്തൊക്കെയോ സമൂഹത്തിനോ അല്ലെങ്കിൽ അയാളുടെ ഒപ്പം നിൽക്കുന്ന ആർക്കൊക്കെയോ ഉപകാരമല്ലാത്ത തരത്തിലുള്ള എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അയാളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചില റിസ്കുകൾ എടുക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതേസമയം തന്നെ അയാളിൽ ഡബിൾ എനർജി വളരെ ശക്തമായിട്ട് നിൽക്കുന്നതിനാൽ തന്നെ അമിതമായി, ഞാൻ നിങ്ങൾക്കറിയാം പലപ്പോഴും ഈ കാർഡുകളിലകത്തൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതാണ്, ഡബിൾ എനർജി വന്നതിനാൽ തന്നെ മേ ബി അത് ആ വ്യക്തിയുടെ മുന്നോട്ടുള്ള സുഗമമായ ജീവിതത്തിന് ഉതകുന്ന തരത്തിലല്ലാത്തുള്ള എന്തൊക്കെയോ ശീലങ്ങൾ, അതൊരു പക്ഷേ മദ്യപാനമായിരിക്കാം, ഓവർ സെക്സിനോടുള്ള അഡിക്ഷനായിരിക്കാം, ഇനി ഫോൺ അഡിക്ഷനോ, അല്ലെങ്കിൽ അയാൾ ഒരു സ്ഥലത്ത് അയാൾക്ക് കാശുണ്ടാക്കാനുള്ള പാഷനൊക്കെ ഉള്ള സമയത്ത് തന്നെ അയാൾ എന്തോ യുക്തിക്ക് അല്ലെങ്കിൽ അയാൾക്ക് തന്നെ നല്ലതല്ലാത്ത എന്തൊക്കെയോ പ്രവൃത്തികൾ അയാൾ ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ എന്തൊക്കെയോ പുതിയ സ്നേഹബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ റിസ്ക്കുകളൊക്കെ എടുക്കാനും അയാൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നമ്മളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മുൻപ് പറഞ്ഞിരുന്നു. ഒരു പക്ഷേ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കൂടുതലായിട്ട് അയാൾ മേ ബി അഡിക്റ്റ് ആവുമോ? ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ അതിലേക്ക് അയാൾ കൂടുതലായിട്ട് അഡിക്റ്റ് ആവാനുള്ളൊരു പോസിബിലിറ്റിയും ഈ സമയത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതൊരു വലിയ റീഡിംഗ് അല്ല, ഒരു ചെറിയ റീഡിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ തുടരുന്നത് ഉചിതമാണോ, അതായത് നിങ്ങളുടെ ജീവിതത്തിന് ഉതകുന്നതാണോ എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. അതിനുള്ള 4 കാർഡുകൾ പ്രകാരം പറയുന്നത് 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ബന്ധവുമായിട്ട് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ഭയമുണ്ടായിരിക്കും. കഴിഞ്ഞു പോയത് വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ ഉണ്ടായിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചിലപ്പോഴൊക്കെ ആ വ്യക്തിയുമായിട്ട് ഇനി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നു, നിങ്ങൾ ഒന്നിച്ചൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ തന്നെ പലപ്പോഴും നിങ്ങൾ വളരെയധികം തളർത്തുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ട് കൊന്നു കളയുന്ന രീതിക്കുള്ള വർത്തമാനങ്ങളും സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ആശകളും നശിച്ചു പോവും, നിങ്ങൾ എല്ലാത്തിനോടും ഒരു വിരക്തിയിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന കാർഡുകളിലൂടെ മനസ്സിലാവുന്നത്. അതായത് ആ വ്യക്തി തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക്, അതായത് പാസ്റ്റിൽ ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായിട്ടുള്ള ദാമ്പത്യമായിരുന്നിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ടുള്ള പ്രണയമായിരുന്നിരിക്കാം, അതെങ്ങനെയുമായിട്ട് ആയിക്കൊള്ളട്ടെ, അതെങ്ങനെയായിരുന്നാലും ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി കടന്നു വരുന്നത് നിങ്ങളുടെ സുഗമമായ ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന്, നിങ്ങളുടെ സമാധാനത്തിന് ഒന്നും നല്ലതായിരിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ എപ്പോഴോ നിങ്ങളെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ എന്നോ നിങ്ങളെ ഗാഢമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോഴും കാത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ സ്നേഹിച്ചിരുന്ന വ്യക്തി ഇന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞ് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ തന്നെ മുറുകെ പിടിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ പരാജയമായിരിക്കും എന്നുള്ളതാണ് ഈ കാർഡുകളിലൂടെ മനസ്സിലാവുന്നത്. കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും വളരെയധികം വിഷമവും കരച്ചിലൊക്കെ വരും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ കാർഡുകൾ പറയുന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു ബന്ധം ഉപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒരുപാടധികം വിഷമം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങളൊരു നിശ്ചയ ടൈം ഈ ബന്ധത്തിന് വേണ്ടി കാത്തിരിക്കുമെന്ന് ഉറപ്പ് വരുത്തുക. അതായത് 1 മാസമോ 2 മാസമോ അങ്ങനെ ഒരു ടൈം പീരീഡ് ഫിക്സ് ചെയ്തിട്ട് അയാൾക്ക് വേണ്ടി ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അതിനുള്ളിൽ ആ വ്യക്തിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തി നോക്കുക. ശ്രമം നടത്തിയിട്ടും വിജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോവുക. അങ്ങനെ ശ്രമം നടത്തുമ്പോൾ തന്നെ അവരോട് A to Z കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ഔട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒന്നിച്ചൊരു ജീവിതവുമായി അല്ലെങ്കിൽ ഒന്നിച്ചൊരു പ്രണയവുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം ആ ബന്ധം വിട്ട് കളയുന്നത് തന്നെയായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇങ്ങനെ ഈ ഒരു ബന്ധത്തിൽ എന്താണ് ഞാൻ ഡിസിഷൻ എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ടാരറ്റ് കാർഡ് റീഡിങ്ങോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒരു അഡ്വൈസറെ, ഒരു ഗൈഡിനെ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാവുന്നതാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതേ രീതിയിൽ തന്നെ ലാസ്റ്റ് കാർഡ് 4 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് കാലം പറയുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചം പറയുന്നത് അല്ലെങ്കിൽ ഏഞ്ചൽസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഹീലാവാനാണ്. ഇതൊക്കെ പോട്ടെ, ജീവിതമാണ്. ജീവിതത്തിൽ ഒരുപാടധികം കടമ്പകൾ കടന്നു വേണം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ.
ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ സ്വയം ഹീലായി ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ 4 ഓഫ് സോർട്സിൻ്റെ ഊർജ്ജത്തിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇതൊരു ചെറിയ റീഡിംഗ് ആണ്, വലിയ റീഡിംഗ് ഒന്നുമല്ല. പക്ഷേ ഇന്നത്തെ റീഡിങ്ങിൽ ഇങ്ങനെ കിട്ടിയത് ആരൊക്കെയോ വല്ലാതെ ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട്, സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഈ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയാതെ ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആയിരുന്നിരിക്കുക ഇത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലെ ഭൂരിഭാഗം പേരുടെ മനസ്സിലും ഈ ബന്ധം വേണ്ട എന്നാണ് ഒരു 60%, 40% പാസ്റ്റിൽ അവർ നിങ്ങളെ പരിഗണിച്ചിരുന്ന ആഴം ഓർത്ത് നിങ്ങൾ വല്ലാതെ ഇപ്പോഴും ദുഃഖിക്കുകയാണ്. നിങ്ങൾ ദുഃഖിച്ചിട്ട് അത് വിട്ടുകളയാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങളുടെ ജീവിതം മികവുറ്റതാക്കണോ, വീണ്ടും അത് നിങ്ങളുടെ ജീവിതം ഒരു കാരാഗ്രഹ കൂട്ടിലാക്കിയിട്ട് സ്വയം ദുഃഖിക്കാൻ വേണ്ടി നിങ്ങളെ വിട്ടുകൊടുക്കണോ എന്നുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഹൈപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 555 എന്ന ഏഞ്ചൽ നമ്പർ മാനിഫെസ്റ്റേഷനായിട്ട് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മടി വിചാരിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം വിളിക്കാതിരിക്കുക. ആ വാട്സാപ്പ് നമ്പർ ജസ്റ്റ് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫീയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇട്ട് തരാം. അപ്പോൾ നാളെ വീണ്ടും പുതിയൊരു യൂണിവേഴ്സൽ മെസ്സേജുമായിട്ട് കാണുമ്പോഴേ എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ബൈ.